ഇവിടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. TN വണ്ടിയാണ്, കോയമ്പത്തൂർ വണ്ടിയാണ്. ഇതിലും നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാത്തുവിൻ്റെ അതേ സ്റ്റൈലിൽ ബമ്പർ ലിപ്പ്, അതുപോലെ എക്സ്ട്രാ ഫോഗ് ലാമ്പ്, ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ DRL, പിന്നെ 2 സൈഡ് ലൈറ്റ്. ഫോഗ് ലാമ്പ് മാറിയിട്ടില്ല, ഫോഗ് ലാമ്പ് പഴയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബൊലേറോയുടെ മിറർ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോണറ്റിൽ വരുന്ന ലോഗോയും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി വന്നിട്ട് ഏകദേശം 8 മാസത്തോളമായി. 8 മാസത്തിലുള്ള വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടികൾ കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ അടുത്ത വണ്ടികൾ നമ്മൾ എടുക്കാനായിട്ടും ഇനി അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും. പിന്നെ അതുപോലെ തന്നെ വീൽ കപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീൽ കപ്പ് ഉണ്ടായിരുന്നില്ല സെൻറ്ററിൽ, ആ വീൽ കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് സ്കേർട്ട്, അതുപോലെ മഡ് ഫ്ലാപ്പ്, ഇതിനകത്ത് സ്റ്റീലിൻ്റെ മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രമ്മ് ഉള്ളിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല, ഇതിനകത്ത് സിൽവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീന് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് നമ്മൾ ചെയ്തിട്ടില്ല, പഴയ തന്നെയാണ്. കസ്റ്റമർക്ക് ആ ഒരു രീതിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൽ നേരത്തെ തന്നെ ഈ ഒരു JBL സ്പീക്കർ ഇതിനകത്തുണ്ടായിരുന്നു. നമ്മൾ ബാക്കിൽ റോക്ക്പോർട്ടിൻ്റെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡുകൾ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓരോ വണ്ടി സെയിം തന്നെയാണ് എല്ലാ വണ്ടിയും ചെയ്യുന്നത്. പക്ഷേ വീഡിയോ എടുത്ത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോരോ ഡിസൈനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണിക്കാമെന്നുള്ളൊരു പ്രത്യേക ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഓരോ വണ്ടിയിലും വീഡിയോ ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡ് നമ്മൾ സീറ്റിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു കളർ ടോണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്നോവയുടെ സ്റ്റിയറിംഗ് വീല് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഈ ഒരു പാറ്റേണിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ ബാക്കിലും സിംഗിൾ സീറ്റായിരുന്നു, അത് മാറ്റി നമ്മൾ ലൈൻ സീറ്റ് ആക്കിയിട്ടുണ്ട്. റൂഫ് ടോപ്പ് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് ടോപ്പും ഇതുപോലെ പ്ലൈവുഡിൻ്റെ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതും അതേ സീറ്റിൻ്റെ പാറ്റേണിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇന്നോവ സെൻട്രൽ കൺസോളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്കിലേക്ക് നമ്മൾ റോക്ക്പോർട്ടിൻ്റെ സ്പീക്കറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ റിയറിലെ സീറ്റും അതിൽ ഹെഡ് റെസ്റ്റ്, ചെറിയൊരു ഹെഡ് റെസ്റ്റും കൂടെ കൊടുത്തിട്ട് 3 ഹെഡ് റെസ്റ്റ് ആക്കി കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സെൻട്രൽ AC ഈ ഒരു ടൈപ്പിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ലൈറ്റുകളും നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലാ വണ്ടിയിലേക്കും ലൈറ്റുകൾ OE തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ബാക്കിൽ വരുന്ന ഒരു ഗാർണിഷും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ഉള്ളതിൽ കുറച്ച് വർക്കുകൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീഡിങ് നമ്മൾ ബ്ലാക്കാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൊയോട്ടയുടെ ഒരു ലോഗോയും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നേരത്തെ ഇതിനകത്ത് പുതിയ ടയറാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിൽ ഫുഡ് സ്റ്റെപ്പിൻ്റെ അടിയിൽ വരുന്ന സ്കേർട്ടും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും. അതുപോലെ തന്നെ റൂഫ് കാരിയർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് കാരിയർ പൊതുവെ ഏത് വണ്ടിയിലും ഞാൻ വെക്കാറില്ല, പക്ഷേ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളത് റൂഫ് കാരിയർ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൺവൈസറും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേ കണ്ടീഷൻ തന്നെ റോക്ക്പോർട്ടിൻ്റെ സ്പീക്കർ, അതുപോലെ കാര്യം. മൊത്തത്തിലൊരു ഇൻറ്റീരിയലൊരു ബ്ലാക്ക് ടോണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൊത്തത്തിൽ. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലെല്ലാം നമ്മൾ പഴയ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മിറർ, ബൊലേറോൻ്റെ മിറർ ഇതിനകത്തായിട്ട്. അഡീഷണൽ വേറെ എക്സ്ട്രാ വരുന്ന ബാർ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നോർമലായിട്ടുള്ള ഒരു രീതി, നമ്മുടെ വണ്ടിയുടെ ഒരു രീതിക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വിശേഷമാണ് TN 395055 എന്ന വണ്ടിയുടെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.